മത്തായി സുവിശേഷമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായി സുവിശേഷത്തിന്റെ 8-9 അധ്യായങ്ങളാണ്. 8-9 ആദ്യത്തെ 5, 6, 7 അധ്യായങ്ങളിൽ രാജാവിന്റെ പ്രത്യേകതകൾ പ്രസ്താവിക്കുമ്പോൾ, അവന്റെ നീതിയെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ, ഇവിടെ ഈ അധ്യായത്തിൽ 8-9 അധ്യായങ്ങളിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നതിനെ കുറിച്ച്, പവർ, തന്റെ ശക്തി പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നതിനെ കുറിച്ചാണ് നമുക്ക് വായിക്കുവാനായി സാധിക്കുന്നത്. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം എന്നുള്ള വിഷയം അതിന്റെ മുന്നുള്ള അധ്യായങ്ങളിൽ നാം പഠിച്ചുവെങ്കിലും ദൈവരാജ്യം എങ്ങനെയാണ് റിവീൽ ചെയ്യപ്പെടുന്നത്, ഹൗ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് റിവീലിംഗ് എന്നുള്ളതാണ് 8-9 അധ്യായങ്ങളിൽ മത്തായി സുവിശേഷകൻ നമുക്ക് കാണിച്ചു തരുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചുവല്ലോ, 8-9 അധ്യായങ്ങളിൽ മത്തായി സുവിശേഷകൻ യേശുക്രിസ്തു ചെയ്തതായ 10 അത്ഭുതങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ അത്ഭുതങ്ങൾ 10 നടന്ന കാലക്രമം അനുസരിച്ചല്ല മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഒടുവിലത്തെ 4 അത്ഭുതങ്ങൾ നടന്ന കാലക്രമം അനുസരിച്ചാണ്. ബാക്കിയുള്ളതെല്ലാം ദൈവനിയോഗത്താൽ താൻ എഴുതപ്പെട്ടതിന് പിന്നിൽ ഉദ്ദേശങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് യേശുക്രിസ്തു എന്തിനു വേണ്ടി അത്ഭുതം ചെയ്തു എന്നുള്ളതാണ്. യേശുക്രിസ്തു ചെയ്ത അത്ഭുതം മനുഷ്യവർഗത്തോടുള്ള തന്റെ കമ്പാഷൻ കൊണ്ട്, താൻ ദൈവപുത്രനാണെന്നുള്ളതിന്റെ ക്രെഡിബിലിറ്റിക്ക് വേണ്ടി, അതിലൊക്കെ ഉപരിയായി താൻ പ്രസ്താവിക്കുന്ന രക്ഷയുടെ വാർത്ത ജനങ്ങൾ വിശ്വസിക്കുവാനുമായി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. ഒരിക്കലും മറ്റുള്ളവരുടെ സപ്പോർട്ട് ലഭിക്കാനോ അല്ലെങ്കിൽ ഒരു ക്രൗഡിന് വേണ്ടിയോ യേശു കർത്താവ് ഒരു മിറക്കിളും ചെയ്തില്ല എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. കർത്താവ് ചെയ്ത ഈ 10 അത്ഭുതങ്ങളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്താണ് നമുക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് കാണിച്ചിരിക്കുന്നതാണ്. ഇവിടെ കഴിഞ്ഞ ആഴ്ച ഓർക്കുവാൻ തക്കനടിയായി തീർന്നത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തത്. എന്റെ ഉദ്ദേശം, കർത്താവ് ചെയ്തതായ ഈ അത്ഭുതങ്ങൾ ആദ്യത്തെ ഭാഗത്ത് കർത്താവ് ചെയ്തതായ അത്ഭുതം ഔട്ട്കാസ്റ്റിലുള്ളതായ ആൾക്കാർക്ക് വേണ്ടി ദൈവം ചെയ്തതായ 3 അത്ഭുതങ്ങളാണ് ആദ്യം നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. തള്ളപ്പെട്ടതായ ആളുകൾക്ക്, സമൂഹത്തിൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ വലിയ പ്രാധാന്യമില്ലാത്ത ആളുകളെ കർത്താവ് അത്ഭുതങ്ങളിലൂടെ നടത്തിയത്. പിന്നെ മാനസികമായി ഡിസ്റ്റർബ് ആയിരിക്കുന്നതായ, ഒരു സൗഖ്യമില്ലാത്ത, ഒരു സമാധാനവും സ്വസ്ഥതയില്ലാതിരിക്കുന്ന ആളുകൾക്ക് ഇത് അത്ഭുതങ്ങളാണ് നമുക്ക് അടുത്ത് കാണുവാനായി സാധിക്കുന്നത്. തകർന്നതായ, ബ്രോക്കണായ അനുഭവങ്ങളെ റിസ്റ്റോർ ചെയ്യുന്നതാണ് അടുത്ത അത്ഭുതങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇനി അപ്പോൾ കർത്താവിന്റെ കൃപ, ഗ്രേസ് ടു ദ ഔട്ട്കാസ്റ്റ്, അതാണ് 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 22 വരെയുള്ളതായ വാക്യങ്ങളുടെ വിഷയം. മത്തായി 8-ന്റെ 1 മുതൽ 22 വരെയുള്ളതായ വിഷയങ്ങൾ അവിടെയാണ് കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ നാം ആദ്യം വായിക്കുന്നതായ 3 അത്ഭുതങ്ങൾ. 1, ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത്. 2, ശതാധിപനെ, കഫർന്നഹൂമിലെ ശതാധിപന്റെ ദാസനെ സൗഖ്യമാക്കിയത്. 3, പത്രോസിന്റെ അമ്മാവിയമ്മയെ സൗഖ്യമാക്കിയത്. അപ്പോൾ അൺക്ലീനായ, ശുദ്ധിയില്ലാത്ത കുഷ്ഠരോഗിക്ക് കൊടുത്തതായ സൗഖ്യം. ജാതിയായ ശതാധിപന്റെ പ്രാർത്ഥന കേട്ട് തന്റെ ദാസനെ വിടുവിച്ചത്. ഒരു വുമണായ, സ്ത്രീയായ പത്രോസിന്റെ അമ്മാവിയമ്മയെ സൗഖ്യമാക്കിയത്. ഇത് 3ഉം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം, അവര് വളരെ താണ രീതിയിൽ ചിന്തിക്കുന്ന അവസ്ഥകളാണ്. ഔട്ട്കാസ്റ്റ്, these all are the outcast for many of the Jewish people, especially to the Pharisees. Who are they? Lepers, Gentiles and women. ഒരു സാധാരണ പരീശന്മാരുടെ ഇടയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് നമ്മളൊരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: I give thanks that I am a man and not a woman, a Jew, not a Gentile, a free man and not a slave. ആ പരീശന്റെ പ്രാർത്ഥന ഒരു സ്ത്രീയായി ജനിക്കാത്തത് കൊണ്ടും, ഒരു ജാതിയായി ജനിക്കാത്തത് കൊണ്ടും, അടിമയായി ജനിക്കാത്തത് കൊണ്ടും ദൈവമേ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാണ് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നത്. ഇങ്ങനെ യഹൂദന്മാരുടെ ഇടയിൽ ഈ ഗ്രൂപ്പുകൾക്ക് വലിയ സ്ഥാനമില്ലായിരുന്നു, ഔട്ട്കാസ്റ്റ് ആയിട്ട് കരുതിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു.
കർത്താവ് അങ്ങനെയുള്ള ആളുകളെയാണ് വിടുവിച്ച് അത്ഭുതം ചെയ്തത്. അതാണ് നമുക്ക് വളരെ ചിന്ത നൽകുന്നതായ വിഷയം. ആദ്യത്തെ ഭാഗത്ത് അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നു അവനെ നമസ്കരിച്ചു. കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി, അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്ക്, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച് വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ലേവ്യാപുസ്തകം, സംഖ്യാപുസ്തകം, ഇവിടെയെല്ലാം കുഷ്ഠരോഗത്തെ കുറിച്ചുള്ളതായ ദൈവം കൊടുത്ത പ്രത്യേക നിബന്ധനകൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ലേവ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഇത് സ്കിന്നിന്റെ പുറത്തുണ്ടാകുന്ന ഒരു രോഗമായിട്ടല്ല കാണുന്നത്, ഡീപ്പറായി ആഴത്തിലേക്ക് പോയിരിക്കുന്ന, അതിനെക്കുറിച്ച് 13-ാം അധ്യായത്തിൽ പല വാക്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ വായിച്ചാൽ ഇത് അത് അശുദ്ധമാക്കുന്നതാണ്. കുഷ്ഠരോഗിയെ ഒറ്റപ്പെടുത്തേണ്ടി വരും. കുഷ്ഠം വരുന്ന വീടുകളെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരവസ്ഥ വന്നാൽ ഫയറിലിടുക, തീ വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ശുദ്ധമാകുവാൻ അല്ലെങ്കിൽ പുറമേ ഉള്ളതല്ലാതെ ആഴത്തിലേക്ക് കടന്ന് കുഷ്ഠരോഗം ബാധിച്ചത് മനുഷ്യനാണെങ്കിൽ എന്നേക്കും ഔട്ട്കാസ്റ്റ് ആണ്. അവന് സമൂഹത്തിൽ വരാൻ പറ്റത്തില്ല, അൺക്ലീനാണ്. കുഷ്ഠം ബാധിച്ചതായ ഒരാൾ എപ്പോഴും തന്റെ തല മൂടിക്കൊണ്ട് അശുദ്ധൻ 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം. ആരെങ്കിലും ഈ കുഷ്ഠരോഗി ആരെങ്കിലും തൊട്ടാൽ അവൻ പോലും അശുദ്ധനായി തീരും. അതാണ് ദൈവിക പ്രമാണം. അപ്പോൾ അൺക്ലീനായി അശുദ്ധനായി ദൂരെ മാത്രം വസിക്കുവാൻ യോഗ്യതയുള്ളതായ ഈ കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ആ വാക്കുകളൊക്കെ നാം ഒന്ന് ശ്രദ്ധിക്കുക. അവൻ വന്ന് പറയാണ്, അവനെ നമസ്കരിച്ചു, യേശുവിനെ വന്ന് നമസ്കരിച്ചു. വലിയ പുരുഷാരമുണ്ട്, വലിയ ക്രൗഡുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ഈ മനുഷ്യൻ ചെയ്ത കാര്യം നിസ്സാര കാര്യമൊന്നുമല്ല, സാധാരണ കാണാറുള്ള സംഭവമൊന്നുമല്ല. പുരുഷാരത്തിന്റെ ഇടയ്ക്കൊന്നും കുഷ്ഠരോഗി വർക്ക് പോലുമില്ല. പക്ഷേ ഈ മനുഷ്യൻ ഓടി വന്ന് യേശുവിനെ നമസ്കരിച്ചിട്ട് പറയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ആ കുഷ്ഠരോഗിയുടെ വിശ്വാസം ഭയങ്കര വിശ്വാസമാണ്. അവൻ ചെയ്യാൻ പോകുന്നത് എത്ര ഭയങ്കരമാണെന്ന് അവനറിയാം. അവൻ ആരെങ്കിലും തൊട്ടാൽ അശുദ്ധനായി തീരുമെന്നറിയാം. ആരുടെ അടുത്തുപോലും വരാൻ പാടില്ലാത്തവനാണ് അവൻ. അശുദ്ധൻ അശുദ്ധൻ എന്ന് പറഞ്ഞ് മാറി നടക്കുവാൻ മാത്രം യോഗ്യതയുള്ളവനാണ്. എന്നാൽ യേശു ആണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ യേശു എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് യേശുവിന് കഴിവുണ്ടോ കഴിവില്ലയോ എന്നുള്ളതല്ല വിഷയമായിരിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞ് അവന്റെ പാദപീഠത്തിൽ വീണ് അവനെ നമസ്കരിക്കുന്നതാണ് കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് അറിയാമോ? അവൻ കൈ നീട്ടി അവനെ തൊട്ടു. ഇത് ഒരു കുഷ്ഠരോഗി ആരെയെങ്കിലും തൊട്ടാൽ അശുദ്ധനാകും. എന്നാൽ യേശു എന്താണ് ചെയ്തത്? യേശു കൈ നീട്ടി അവനെ തൊടുകയാണ് ചെയ്യുന്നത്. തൊട്ട് കഴിഞ്ഞപ്പോൾ എന്തു പറ്റിയേ? അവിടെ എഴുതിയിരിക്കുന്നു, അവൻ സൗഖ്യമുള്ളവനായി, അവൻ ശുദ്ധനായി തീർന്നു. ഇതാണ് മറക്കുക എന്ന് പറയുന്നത്. റിവേഴ്സ് ചെയ്യപ്പെടുക. പ്രമാണം അനുസരിച്ച് കുഷ്ഠമുള്ള ആള് തൊടുമ്പോൾ അവൻ കുഷ്ഠരോഗി ഓൾറെഡി അശുദ്ധനാണ്, തൊടുന്ന ആളുകൂടെ അശുദ്ധനായി തീരുന്നു. എന്നാൽ ജീവന്റെ ഉറവായ എല്ലാ തിന്മയിലും അധികാരമുള്ള, കുഷ്ഠരോഗത്തിന്മേലും അധികാരമുള്ള യേശു കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോൾ യേശു അശുദ്ധനായില്ല. യേശുവിന്റെ ജീവൻ ഈ കുഷ്ഠരോഗിയിലേക്ക് കടന്നു എന്നിട്ട് അവനും സൗഖ്യമുള്ളവനായി തീരുവാൻ ഇടയായി തീർന്നു. ആരും തൊടാൻ ആഗ്രഹിക്കാത്ത, ആരും ടച്ച് ചെയ്യാത്ത കുഷ്ഠരോഗിയെ ടച്ച് ചെയ്തതായ യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ ശക്തി എത്ര വലിയതാണ് എന്ന് നാം മറന്നുപോകരുത്. ഈ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നോക്ക്, ആരോടും പറയരുത്, ഇത് പ്രസിദ്ധമാക്കരുത്, ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, നീ സാക്ഷ്യത്തിനായി ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. മോശ കൽപ്പിച്ച വഴിപാട് ലേവ്യാപുസ്തകം 14-ാം അധ്യായത്തിലുണ്ട്. ഒരാൾ ശുദ്ധനായി തീർന്നാൽ, അവനെ ശുദ്ധനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 2 പക്ഷികളെ കൊണ്ടുവരുന്നു, ഒരു പക്ഷിയെ അറുക്കുന്നു, അതിന്റെ രക്തം എടുത്തിട്ട് ഈ ശുദ്ധനായി തീർന്നതായ ആളിന്റെ
ശരീരത്തിൽ പലയിടങ്ങളിലായി അത് പുരട്ടുന്നു, അതിന്റെ മേളിൽ എണ്ണ പൂശുന്നു. ഇതിനെല്ലാം ആത്മീയ അർത്ഥമുണ്ട്. വേറെ ഒരു പക്ഷിയെ അവൻ എന്ത് ചെയ്യുന്നു, അതിനെ ഉറവ് വെള്ളത്തിന്റെ മീതെ അർത്ഥ പക്ഷിയുടെ രക്തത്തിൽ മുക്കിയിട്ട് ആ പക്ഷിയെ ജീവനോട് വിട്ടുകളയുന്നു. ഈ അർത്ഥതായ പക്ഷി നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശു കർത്താവിനെ കാണിക്കുന്നു. ജീവനോട് വിട്ടുകളഞ്ഞ പക്ഷി, പല അഭിപ്രായങ്ങൾ അതിനെ കുറിച്ചുണ്ട്, യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, അശുദ്ധിക്ക് വേണ്ടി മരിച്ച യേശു കർത്താവിന്റെ ചിത്രമാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. ഈ മനുഷ്യനോട് പറഞ്ഞു, നീ ആരോടും പറയരുത്. പക്ഷെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? എല്ലാവരോടും പോയി പറഞ്ഞു. മർക്കോസ് സുവിശേഷത്തെ നമ്മളത് വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം 45-ാമത്തെ വാക്യം. അവിടെ അവന് പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായി കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി. ഈ മനുഷ്യനോട് വയറ്റായിരിക്കണം, ആരോടും പറയരുത് എന്ന് പറഞ്ഞു. എങ്കിലും ഈ മനുഷ്യൻ പോയി എല്ലായിടത്തും പോയി പ്രസിദ്ധമാക്കാൻ തുടങ്ങി. വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. നമ്മോട് കർത്താവ് പറഞ്ഞു, എല്ലാവരോടും പോയി പറയണം, പോകുക, പ്രീച്ച് ചെയ്യുക. പക്ഷെ നമ്മൾ ആരോടും പറയാൻ വയറ്റായിരിക്കും. ഈ കുഷ്ഠരോഗിയോട് പറഞ്ഞു, ആരോടും പറയരുത്. അവൻ പോയി എല്ലായിടത്തും പ്രസിദ്ധമാക്കാൻ തുടങ്ങി. ഒരുപാട് പേര് വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. അവനിലൂടെ ദൈവത്തിന്റെ നാമം അവിടെ മഹത്വം എടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഈ കുഷ്ഠരോഗി, ഔട്ട്കാസ്റ്റ് ആയിരുന്നതായ കുഷ്ഠരോഗിക്ക് വിടുതൽ കൊടുത്തതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവന്റെ അധികാരം, അവന്റെ ശക്തി, അവന്റെ മനസ്സിലിവ്, ഇതെല്ലാം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് ശതാധിപനെ പൈതലിനെ, ദാസിനെ വിടുവിച്ച കാര്യമാണ്. അത് 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിലും ഇതേ കാര്യം തന്നെ എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ പ്രമാണികളെയാണ് ശതാധിപൻ യേശുവിന്റെ അടുക്കൽ പറഞ്ഞു വിട്ടതെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നു, കഫർന്നഹൂമിൽ ഈ ശതാധിപൻ തന്നെ യേശുവിന്റെ അടുക്കൽ വന്നു എന്നാണ്. യഹൂദന്മാരുടെ അന്നത്തെ രീതി അനുസരിച്ച് പല എഴുത്തുകളും പരിശോധിച്ചാൽ മെസഞ്ചേഴ്സിനെ അയക്കുന്നതും ആള് തന്നെ നേരിട്ട് വരുന്നതും ഒരേ ക്രിയയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ പ്രമാണികളെ അയച്ചത് തന്നെ യഹൂദന് ഈ ജനതയിൽ ഈ ജാതിയായ ശതാധിപൻ തന്നെ വന്നതുപോലെയാണ് അന്നത്തെ രീതിയിൽ അത് കണക്കാക്കപ്പെടുന്നത്. തന്നെയുമല്ല, ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഈ യഹൂദന്മാരുടെ ആളുകൾ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഈ മനുഷ്യനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രസ്താവിക്കുന്നത് അവിടെ പറയുന്നുണ്ട്. മനുഷ്യനെ കുറിച്ച്, ശതാധിപനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ ഒരു ശതാധിപന് 2-ാം വാക്യം മുതൽ, പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിച്ചെടുത്ത് കഠിന വേദനയുള്ളവനായിരുന്നു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നാൽ ഇവിടെ പറയുകയാണ് മരിപ്പാറായിരുന്നു. ഓൾമോസ്റ്റ് മരിക്കത്തക്ക രീതിയിൽ അവന്റെ അവസ്ഥയായിരിക്കുക. അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിക്കാൻ യഹൂദന്മാരെ, മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. റെക്കമെന്റ് ചെയ്ത് അവർ പറയാണ്, നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി. അപ്പോൾ ഈ മനുഷ്യനെ കുറിച്ച് യഹൂദ മൂപ്പന്മാര് വന്നിട്ട് പറഞ്ഞു, അവന് യോഗ്യനാണ് നീ ഇത് ചെയ്തു കൊടുക്കാനായിട്ട്. കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നവനാണ്, അവൻ നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ഇത് സെയിം തിങ് തന്നെയാണ് ലൂക്കോസിലും മത്തായിലും എഴുതിയിരിക്കുന്നത്. അതിന്റെ ഡിഫറൻസ് ഇതുകൊണ്ടാണ് എന്ന് ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വരുവാൻ തക്കവണ്ണം തടസ്സമായി പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, ഈ മനുഷ്യൻ ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേർക്ക് അധിപതിയായിട്ടുള്ള ആളാണ്. 100 മെൻ സോൾജിയേഴ്സ് ഇദ്ദേഹത്തിന്റെ അധികാരത്തിലുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ഒരു പടയാളിയാണ്. എന്നാൽ യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. യേശു യുദ്ധം ചെയ്യാൻ വന്ന ആളല്ല. പക്ഷെ ആ മനുഷ്യന്റെ അവസ്ഥ കേട്ട് സഹായിക്കാൻ യേശുവിന് മനസ്സായി.
ഒരു ജാതിയായ ആളാണ് ശതാധിപൻ. ജാതിയുടെ വീട്ടിൽ യഹൂദൻ പ്രവേശിച്ചാൽ അവൻ അശുദ്ധനാകും, സെറമോണിയലി അൺക്ലീൻഡ് ആകും, പിന്നെ ശുദ്ധീകരണത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടല്ല ഈ ശതാധിപൻ പറഞ്ഞു നീ എന്റെ വീട്ടിൽ വരണ്ട എന്ന് പറഞ്ഞത്. ശതാധിപന്റെ വിശ്വാസം കൊണ്ടാണ്. അതാണ് നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ അവന്റെ അവസ്ഥ അനുസരിച്ച് യേശുവിന്റെ അടുക്കൽ വരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും, അവനൊരു ജാതിയായിരുന്നെങ്കിലും അവനൊരു പടയാളിയായി, പടയാളികളുടെ 100 പേർക്ക് അധിപതിയായി, സമാധാന പ്രഭുവായി യേശു, ഒരു യുവതനായ യേശുവിന്റെ അടുക്കൽ വരുന്നതിന് തടസ്സമുണ്ടായിരുന്നെങ്കിലും അവനെ പ്രേരിപ്പിച്ചത് യേശുവിനുള്ള ശക്തിയിലുള്ള അവന്റെ വിശ്വാസമാണ്. അവന്റെ ദാസനാണ്, അവന്റെ വീട്ടിലെ മകനൊന്നുമല്ല, അവന്റെ ഒരു സെർവന്റ് ആണ് സിക്കായിരിക്കുന്നത്, മരിക്കാറായി കിടക്കുകയാണ്. അപ്പോഴാണ് യേശുവിന്റെ അടുക്കൽ ആളെ വിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ വന്ന് സംസാരിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ ഈ ശതാധിപനെ കുറിച്ച് നോക്കിയാൽ തന്നെ ഒത്തിരി നല്ല കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. വേദപുസ്തകത്തിൽ ശതാധിപന്മാരെ കുറിച്ച് ഇവിടെയും അപ്പോസ്തല സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രേഖപ്പെടുത്തിയ ശതാധിപന്മാരൊക്കെ ജാതിയിൽ നിന്നുള്ളവരാണ്. പറഞ്ഞിട്ടുള്ള ശതാധിപന്മാരൊക്കെ നല്ല ജെന്റിൽമെൻ ആയിട്ടാണ് വേദപുസ്തകം ചിത്രീകരിച്ചിട്ടുള്ളത്. അത് നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായി നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ അവന്റെ വേലക്കാരനെ കുറിച്ച് പോലും വളരെ കൺസേൺ ഉള്ളവനായിരുന്നു. അവൻ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവനായിരുന്നു. യൂതന്മാർക്ക് പള്ളി വെച്ച് കൊടുത്തവനായിരുന്നു. എന്നാൽ അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് തന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കുവാനായി അപേക്ഷിക്കുകയാണ് നമുക്ക് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ സംഭവിച്ച കാര്യം നമുക്കറിയാം. കർത്താവ് പറഞ്ഞ കാര്യം, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു, എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു, പിൻചെല്ലുന്നവരോട് പറഞ്ഞു, ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതാണ്, യേശു അത്ഭുതങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഖഫർനഹൂമിൽ തന്നെ യേശു കർത്താവ് അത്ഭുതങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പട്ടണങ്ങളൊന്നും മാനസാന്തരപ്പെട്ടില്ല. ആ പട്ടണങ്ങളൊന്നും യേശുവിന്റെ അത്ഭുതങ്ങളെ വിശ്വസിച്ചില്ല. മർക്കോസ് വിശേഷത്തിൽ 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു അവരുടെ യഹൂദന്മാരുടെ ഇടയിൽ അത്ഭുതങ്ങളൊക്കെ ചെയ്തനൊക്കെയും, യേശു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെയും അവര് യേശുവിനെ വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസ നിമിത്തം ആശ്ചര്യപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. മർക്കോസ് 6:6 അവിടെ എഴുതിയിരിക്കുന്നു, അവരുടെ അവിശ്വാസ ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. യഹൂദന്മാർ, സ്വന്തം ജനം തന്നെ അത്ഭുതങ്ങൾ യേശു ചെയ്യുവാൻ വിശ്വസ്തനാണ്, കഴിയുമെന്നുള്ളത് വിശ്വസിക്കാത്തതിന്റെ ഫലമായി യേശു ആശ്ചര്യപ്പെട്ടു, മാർവൽഡ് ആയി തീർന്നു. എന്നാൽ ഇവിടെ ഇതാ ഒരു ജാതിയായ മനുഷ്യൻ അവന്റെ വാക്ക് കേട്ടിട്ട് യേശു ആശ്ചര്യപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്, മാർവൽഡ് ആയി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. 2 സ്ഥലങ്ങളിൽ വിശ്വാസം കണ്ടിട്ട് യേശു മാർവൽഡ് ആയത് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഒന്ന് ഇവിടെയാണ്, വേറെ ഒന്ന് മത്തായി സുവിശേഷം തന്നെ 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യമാണ്. അവിടെ സ്വറഫൈനക്കാരി സ്ത്രീ, കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കിട്ടുകൊടുത്ത് നന്നല്ല എന്ന് പറഞ്ഞപ്പോൾ നായ്ക്കുട്ടികളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് ആശ്ചര്യപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഈ 2 ജാതികളായിട്ടുള്ള ഈ ശതാധിപനും സുറഫൈനക്കാരി സ്ത്രീയുടെയും വിശ്വാസം കണ്ടിട്ട് കർത്താവിന് അത്ഭുതം തോന്നത്തക്ക രീതിയിൽ കർത്താവ് ചെയ്തതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഈ 2 പേരെയും അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തത്. ശതാധിപന്റെ വീട്ടിൽ കർത്താവ് പോയില്ല. പോകാതെ കർത്താവ് എവിടെ നിന്ന് പറഞ്ഞോ ആ പറച്ചിലിന്റെ സമയത്ത് തന്നെ പള്ളിക്കാരന് സൗഖ്യം വന്നു. അതുപോലെ തന്നെയാണ് മറ്റേ ജാതിയായ സ്ത്രീയുടെ മകന് സൗഖ്യം വന്നത്. വേദപണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറയുന്നത് ഈ 2 പേരെയും കർത്താവ് സൗഖ്യമാക്കിയത് ദൂരെ നിന്നുകൊണ്ടാണ്. പിന്നെ ഡിസ്റ്റൻസ്, അവരുടെ വീട്ടിൽ ചെന്നില്ല, അവരെ തൊട്ടില്ല, അവരുടെ കൈക്ക് പിടിച്ചില്ല. യേശു കർത്താവ് ദൂരെ നിന്നുകൊണ്ട് തന്നെ സൗഖ്യമാക്കി. അതും വേദപുസ്തകത്തിൽ ഒരു സത്യമാണ് വിളിച്ചു പറയുന്നത്. എഫേസ്യ ലേഖനത്തിൽ ജാതികളെ കുറിച്ച് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു വരുന്നത് 2 ജാതികളാണ്. ജാതികൾ ദൂരസ്ഥന്മാരായിരുന്നു. നാം എല്ലാവരും ഫാർ ഡിസ്റ്റൻസിൽ ജീവിച്ചിരുന്നവരാണ്.
വാഗ്ദത്തത്തിൽ പങ്കാളികളല്ലാതെ അന്യരായി ദൂരസ്ഥരായിരുന്നു. യേശു ദൂരെ നിന്ന് തന്നെ അവരെ സൗഖ്യമാക്കി. എന്നാൽ ഇവരെ അടുപ്പിച്ചത് എന്നാണ്, അല്ലെങ്കിൽ നമുക്ക് യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ ആ വേർപാടിന്റെ നടിച്ചോർ ഇടിച്ചു കളഞ്ഞ് ഒന്നാക്കി തീർത്തത് കാൽവറി മൂലമാണ്. അപ്പൊ അതുവരെയും കർത്താവ് ദൂരെ നിന്നുകൊണ്ട് സൗഖ്യമാക്കി എന്ന് വേദപണ്ഡിതന്മാർ അതിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അല്പം നേരത്തെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ യൂത്ത് സൺഡേ ആണ്.